പണ്ടാര പാട്ടൊന്നും മാറ്റുമോ? എന്ത് പൊട്ടപ്പാട്ടൊക്കെ വെച്ചേക്കണേ? അല്ല, ലൈഫായിട്ട് കണക്റ്റ് ആവണേ. ഹലോ, ഞാൻ നിങ്ങളുടെ ഗരുഡ. അപ്പം ഞാനിന്നിങ്ങനെ ലൈവ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എത്തും പിടുത്തം കിട്ടില്ല ഞാനെങ്ങനെ മരിച്ചെന്നുള്ളത്. ഇന്നലെ ഒന്നും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഇവിടെ ഓരോരുത്തരൊക്കെ അവർ മരിച്ച ഓരോ കഥയൊക്കെ പറയാൻ നേരത്ത് എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ എന്താ പറയണ്ടേ? സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ഗോൾഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് വലുതായിട്ട് ഗോൾഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ ഒടുക്കത്തെ കണ്ണുവയ്ക്കലും എൻ്റെ പദവി കിട്ടാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. അപ്പം ഞാൻ ഓർത്ത്, ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുണ്ട്, മാരിയമ്മൻ കോവിൽ. അവിടെ നരബലി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരെ കിൽ ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഒക്കെ സെറ്റ് ചെയ്ത്, അങ്ങനെ ആ ഉത്സവത്തിൻ്റെ ആ ടൈമിൽ ഒരു കുളം പോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നരബലിക്ക് വേണ്ടി. അപ്പം അതിൻ്റെ നടുക്കാണ് ഞങ്ങൾ 2 പേരെ കിൽ ചെയ്യാനായിട്ട് വെച്ചേക്കണേ. ആദ്യത്തെ ആളെ ഞങ്ങൾ വെട്ടി. രണ്ടാമത്തെ ആളെ വെട്ടാൻ വേണ്ടി ഞാൻ വാള് പൊക്കിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കാൻ നേരത്ത് ഞാൻ ഈ കാലൻ്റെ അടുത്താണ്. അപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ആരാണ് കൊന്നേ? ഇനി വല്ല വെള്ളത്തിൽ വെച്ച് വല്ല മുതൽ പിടിച്ചതാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അന്ധവിശ്വാസത്തോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇനി വല്ല ജലപിശാജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? അറിയാൻ പാടില്ല. കുറേ കമൻ്റൊക്കെ ഉണ്ടല്ലോ. എൻ്റെ വീടിൻ്റെ അവിടെ പിൻകോഡ് ഇല്ലെങ്കിലും പോസ്റ്റ് വരും. എന്താ പോസ്റ്റ്മാൻ നിൻ്റെ കൂട്ടുകാരനാണോ? ബണ്ണിന് എത്ര വിലയോ? ബണ്ണിൻ്റെ വിലയോ? 8 ഷൂ പോളിഷ് ചെയ്താലാണ് എനിക്കൊരു ബണ്ണ് കിട്ടുക. ഇതെന്താടാ ഇതൊക്കെ? ആരാടാ ഇതൊക്കെ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഞാൻ എങ്ങനെയാണ് മരിച്ചതെന്നൊന്ന് അറിയുകയാണെങ്കിൽ കാലൻ്റെ ഫോണിട്ട് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ശരി, ബൈ.